പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ പാഠം പഠിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനായിട്ടുള്ള പാഠം വിശ്വാസം ഉണ്ടായിരിക്കുക. വിശ്വാസം ഉണ്ടായിരിക്കുക. എന്താണ് വിശ്വാസം? ഇതിനെക്കുറിച്ച് ഡിക്ഷണറി തരുന്നതായ അർത്ഥം ഇങ്ങനെയാണ്: ഉറച്ച ബോധ്യം, ഒരു വ്യക്തിയിലോ കാര്യത്തിലോ ഉള്ള പൂർണ്ണ ആശ്രയം. ഞാനൊന്നുകൂടെ പറയാം: ഉറച്ച ബോധ്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ കാര്യത്തിലോ ഉള്ള പൂർണ്ണ ആശ്രയം. ഇതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഡെഫിനിഷനാണ് നമുക്ക് നൽകുന്നത്. അതാണ് നമ്മുടെ മനപ്പാഠവാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എല്ലാ ക്രിസ്തീയ പൈതൽ വ്യക്തികൾക്കും ഇത് കാണാപ്പാഠമാണ്. എന്താണ് അവിടെ പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകും. നോക്കുക, അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണ് ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ആശ, ആഗ്രഹം, ഹിസ് ഡിസയർ? വാട്ട് ഈസ് ഇറ്റ്? മറ്റൊന്നുമല്ല, എല്ലാ ക്രിസ്ത്യാനികളും ആഗ്രഹിക്കുന്നത് കർത്താവ് വീണ്ടും വരുമ്പോൾ അവനെ കാണുക, അവനോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. ഇതാണ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ആഗ്രഹം. അതിനെയാണ് ഇവിടെ പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇനി രണ്ടാമത്തെ ഭാഗം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്തതിനെ നാം വിശ്വസിക്കത്തില്ല എന്നാണ് പലപ്പോഴും പലരും പറയാം. എനിക്ക് കാണാൻ സാധിക്കാത്തതിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ശരിയാണ്, കാണാത്തതിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്താണ് ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും അത് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ദൈവം തൻ്റെ വചനത്താൽ, ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, തൻ്റെ വചനത്താൽ ഈ ഭൂമിയും അതിലുള്ളതിനെയും സൃഷ്ടിച്ചു നാം കണ്ടിട്ടില്ല. പക്ഷേ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ത്? വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാത്തതിനെ വിശ്വസിക്കാത്തതായ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വൈഫൈ. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ചും ഈ ജെൻസി തലമുറയിൽ വൈഫൈ ഇല്ലാത്ത വീടുകൾ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വാട്സപ്പ് പ്രവർത്തിക്കണം, നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രവർത്തിക്കണം, ഫേസ്ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈഫൈ ഈസ് എ മസ്റ്റ്. പക്ഷേ ഈ വൈഫൈ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ വൈഫൈ അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെയാണ് നാം കാണുന്നത്.
നേരെ മറിച്ച് വൈഫൈ അല്ല. യു ക്യാൻ സീ ദ കേബിൾ അല്ലേ. ഇന്ന് പിന്നെ പഴയ കേബിളിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മളുടെ കേബിളിലൂടെയാണ് ഈ സംഗതിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, വയർലെസ് സിസ്റ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ബട്ട് വി ബിലീവ് ദാറ്റ് വൈഫൈ ഈസ് ദെയർ. ഇനി വൈഫൈയുടെ കാര്യം പോട്ടെ, നമ്മുടെ സാധാ കാര്യങ്ങളിലേക്ക് വരാം. കാറ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നാം അനുഭവിക്കുന്നുണ്ട്. കറണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കറണ്ടിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കാണാം. അപ്പോൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്നത് എന്ത്? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ദൈവവുമായി ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ഫെയ്ത്ത്. വിശ്വാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ ബന്ധപ്പെടുവാൻ സാധ്യമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കർത്താവ് ഒരു ഉപമ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കടുകുമണിയോളം വിശ്വാസത്തിൻ്റെ ഉപമ. നാം അതിലേക്ക് പിന്നീട് വരും. അപ്പോൾ ഈ അല്പമായിട്ടുള്ള ചെറിയ വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താലോലിച്ച് അതിനെ നാം വളർത്തിയെടുക്കണം. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്കെപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെയാണ്. ദൈവിക അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മളിലുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇറ്റ് വിൽ ടോട്ടലി ചേഞ്ചസ്. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം, എനിക്ക് ഒരു അടയാളം തരൂ. എനിക്ക് ഒരു അടയാളം തരൂ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആരാണ്? നാം പറയും സാത്താനാണ്. അല്ല, സംശയം. സംശയമാണ് ഏറ്റവും വലിയ ശത്രു. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മക്കൾക്ക് അപ്പനെ സംശയം, അമ്മയ്ക്ക് മക്കളെ സംശയം, സഹോദരങ്ങൾ തമ്മിൽ സംശയം, കൂട്ടുകാർ തമ്മിൽ. ഈ സംശയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയും. ഈ സംശയം എന്ത് ചെയ്യുന്നു? സംശയം നമ്മളെ അവിശ്വാസത്തിലേക്ക് നടത്തുന്നു. നമ്മൾ പറയുന്നത്, ഞാൻ അത് കണ്ടാൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്ന് പറയാം അവിശ്വാസം. അപ്പോൾ കണ്ടാൽ മാത്രമേ നാം വിശ്വസിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഞാൻ ചെങ്കടൽ പിളരുന്നത് കണ്ടിരുന്നുവെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. ആകാശത്തു നിന്ന് മന്ന വർഷിക്കുന്നത് കണ്ടിരുന്നുവെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. ഇനിയും പാറയിൽ നിന്ന് ജലം ഒഴുകുന്നത് ഞാൻ അന്ന് കണ്ടിരുന്നുവെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. ഇതാണ് നമ്മളുടെ ചിന്ത. നോക്കുക, അന്ന് ഇസ്രായേൽ മക്കൾ ദൈവം അവരോട് കൂടെ സഞ്ചരിച്ചതാണ്. എന്നിട്ടും അവർക്ക് സംശയമുണ്ടായി. അതിശയങ്ങൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. എന്നിട്ടും അവർക്ക് സംശയമുണ്ടായി. പക്ഷെ ഒരു കാര്യം, അവരുടെ കാലഘട്ടത്ത് ബൈബിൾ എന്നത് പൂർണ്ണമല്ലായിരുന്നു. പ്രവാചകന്മാരുടെ എഴുത്തുകളും മോശയുടെ ന്യായപ്രമാണവും അല്ലെങ്കിൽ മോശയുടെ പുസ്തകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് 6000 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആകുമ്പോൾ നമുക്ക് പൂർണ്ണ ബൈബിളുണ്ട്.
അതുകൊണ്ട് ഇസ്രായേൽ മക്കളെക്കാട്ടിലും കാര്യങ്ങൾ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. കാരണം വി ഹാവ് ഗോട്ട് ദ ഹോൾ ബൈബിൾ വിത്ത് us. എന്നാൽ ഇന്നത്തെ തലമുറ അവരെന്താണ്? അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം കാണുന്നത്. ബൈബിൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ തരുന്നുണ്ട്. വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ളവരും പോലും അവിശ്വസിച്ചു. യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം അവരോടൊപ്പം ജീവിച്ചിട്ടും അവർ അവനെ അവിശ്വസിച്ചു. നമുക്കറിയാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണം? അപ്പോൾ അന്നത്തെ തലമുറ അവിശ്വസിച്ചതുപോലെ തന്നെ ഇന്നത്തെ തലമുറയും അവിശ്വാസത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത് എന്നുള്ളത്. എന്നാൽ ക്രിസ്തു അവരോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താണ്? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നമ്മൾ സംശയത്തിലല്ല ജീവിക്കേണ്ടത്, പിന്നെയോ വിശ്വാസം തരുന്നതിലായിരിക്കണം നമ്മളുടെ കോൺസെൻട്രേഷൻ. നാം അതിനെ ആയിരിക്കണം, വിശ്വാസം തരുന്നതിനെ ആയിരിക്കണം നാം ലക്ഷ്യമാക്കേണ്ടത്. മറിച്ച് അവിശ്വാസം തരുന്നതിനിൽ ആയിരിക്കരുത് നമ്മളുടെ ശ്രദ്ധ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. യേശു നമ്മുടെ വിശ്വാസം കാണുന്നു. യേശു നമ്മുടെ വിശ്വാസം കാണുന്നു. നമ്മെ എല്ലാവരെയും വീക്ഷിക്കുന്ന നമ്മുടെ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ രണ്ട് സംഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. രണ്ടാമത്തത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ആദ്യത്തെ സംഭവം, കഥകളല്ല, ആദ്യത്തെ സംഭവം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി യാത്ര തുടരുന്നു. കൊടുങ്കാറ്റടിക്കുന്നു. ക്രിസ്തു മയങ്ങി അല്ലെങ്കിൽ ഉറക്കത്തിൽ കിടക്കുന്നു. ശിഷ്യന്മാരാകെ ഭയപ്പെടുന്നു. അവർ മരിച്ചു പോകുമെന്ന വ്യാധിയിൽ ഭയപ്പാടോടുകൂടെ കഴിയുന്നു. തങ്ങളുടെ കൂടെ തങ്ങളുടെ ഗുരുവുണ്ട്, കർത്താവുണ്ട് എന്നവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവിശ്വാസത്തിൽ അവർ മുഴുകി. അപ്പോഴാണ് അവസാനം കർത്താവ് എഴുന്നേറ്റ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയ്ക്ക് ഭീരുക്കളോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സംഭവം എന്താണ്? കനാന്യ സ്ത്രീ. അതും നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, തൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി കേഴുന്നു. കർത്താവ് ശ്രദ്ധിക്കാതിരിക്കുന്നു. ശിഷ്യന്മാർ അവനോട് പറയുന്നു, അല്ലയോ കർത്താവെ, ആ സ്ത്രീയെ പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ സ്വന്തം ജനത്തിന് വേണ്ടിയാണ് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവൾ അവസാനം പറയുന്നതായ ഒരു വാക്യമുണ്ട്. കർത്താവ് പറയുകയാണ്, സ്വന്തം മക്കൾക്ക് കൊടുക്കുവാനുള്ള അപ്പമെടുത്ത് ആരെങ്കിലും നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമോ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കുട്ടികൾ കഴിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അതിശയിച്ചു. എന്തുകൊണ്ടാണ് അതിശയിച്ചത്? അവളുടെ നിറഞ്ഞ വിശ്വാസം കണ്ടാണ് അതിശയിച്ചത്. അവൾ ആരാണ്? കനാന്യ സ്ത്രീ, യഹൂദയല്ല. എന്നാൽ യഹൂദന്മാരായ ശിഷ്യന്മാർ കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും അവർ വിശ്വസിച്ചു. മറിച്ച് ഈ കനാന്യ സ്ത്രീ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അതിൻ്റെ അനന്തരഫലം അവളുടെ മകൾ സൗഖ്യമായി എന്നുള്ളതാണ്. ഇനി
മറ്റൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഏതാണ്? ശതാധിപൻ്റെ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശതാധിപൻ തൻ്റെ ദാസന് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് ആൾക്കാരെ അയക്കുന്നു. അവർ കർത്താവുമായിട്ട് വരുന്നു. ശതാധിപൻ ആരാണ്? യഹൂദനല്ല. അപ്പോൾ ശതാധിപൻ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് വരണ്ട, ഒരു വാക്കുമാത്രം ഉച്ചരിച്ചാൽ മതി. നോക്കുക അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ദാസൻ പൂർണ്ണ സൗഖ്യമാവും. കർത്താവ് വീണ്ടും ഞെട്ടി. ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കാണുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം നോക്കുക, ആധുനിക ഇസ്രായേൽ എന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് ഈ വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. ഈ വിശ്വാസം നമുക്കുണ്ടേ എങ്കിൽ നമ്മൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കും എന്നുള്ളതാണ്. നാം കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് കർത്താവ് അറിയുന്നു. എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല കർത്താവിന്. എന്നെക്കുറിച്ച് വേറൊരാൾ പറയേണ്ട കാര്യമില്ല, അല്ലെ? നിങ്ങളെക്കുറിച്ച് വേറൊരാൾ കർത്താവിനോട് സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല. ഹീ നോസ് യു ആൻഡ് മീ. ഇതാണ് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഈ ശതാധിപൻ്റെ ദാസൻ്റെ സൗഖ്യവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കനാന്യ സ്ത്രീ, ശിഷ്യന്മാർ, ഇവരുടെ ഈ പരീക്ഷണ സമയത്ത് നോക്കുക, കർത്താവ് അതിശയം പ്രവർത്തിക്കുന്നു. ദാസൻ സൗഖ്യമാകുന്നു, കനാന്യ സ്ത്രീയുടെ മകൾ സൗഖ്യമാകുന്നു. കാറ്റും കൊടുങ്കാറ്റും അവനെ അനുസരിക്കും. എന്തിനാണ് ഈ അതിശയം പ്രവർത്തിച്ചത്? അവരുടെ വിശ്വാസം കൂടുതൽ വളരുന്നതിനു വേണ്ടി. കർത്താവിലുള്ള അവരുടെ വിശ്വാസം, കടുകുമണിയോളമുള്ള വിശ്വാസം, അത് കൂടുതൽ വികാസം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അവിടെ അതിശയങ്ങളെ നടത്തിയത് എന്ന് നാം കാണും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സംശയത്തെ നാം പിഴുതെറിയുക, നമ്മുടെ മനസ്സിലുള്ള അവിശ്വാസത്തെ നാം പറിച്ചെറിയുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും യുക്തിയിലൂടെ മാത്രം കാണാൻ ശ്രമിക്കരുത്. നമ്മുടെ മനസ്സിൽ സംശയം ഉടലെടുക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. ക്രൈസ്റ്റ് ഈസ് there to have a debate with you. നമ്മോടൊപ്പം ഒരു സംവാദത്തിന് നമ്മുടെ രക്ഷകൻ ക്രിസ്തു തയ്യാറാണ്. നമ്മൾ നോക്കുക, നമ്മുടെ പൂർവികർ, മോശ, അല്ലെങ്കിൽ യാക്കോബ്, ഇസഹാക്ക്, ഇയ്യോബ്, പലപ്പോഴും ദൈവം അവരോട് സംവദിക്കുന്നത് നാം കാണുന്നുണ്ട്. സോ ഗോഡ് ഈസ് there to have a debate with you. നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ദൈവം എപ്പോഴും തയ്യാറാണ്. കാരണം നമ്മുടെ സംശയത്തെ മാറ്റുന്നതിന് വേണ്ടി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വിശ്വാസം ഒരു വികാരമല്ല. വിശ്വാസം ഒരു വികാരം അല്ല. വിശ്വാസം എന്നുള്ളത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇനിയും അതൊരു വികാരമല്ല. ഇനി എന്താണ് വികാരമെന്ന് പറയുന്നത്? വാട്ട് ഈസ് ഫീലിംഗ്? ഇംഗ്ലീഷിൽ വികാരത്തിന് ഫീലിംഗ് എന്നാണ്. എന്നാൽ ഫീലിംഗ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ പഠിക്കണം. എന്താണ്? ഇമോഷൻ. ഫീലിംഗ്, ഇമോഷൻ, ഇത് രണ്ടും രണ്ടാണ്. മലയാളത്തിൽ നാം സാധാരണ ഇതിനെ രണ്ടിനെയും വികാരം എന്നങ്ങ് പറയാറുണ്ട്. ഇമോഷനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പ്രചോദനം എന്നോ ഉദ്ദീപനം എന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം.
സാധാരണ നമ്മൾ ഇതിനെ രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. എന്താണ് ഇമോഷൻ? ഇമോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. നമ്മളുടെ പെട്ടെന്ന് നമ്മളുടെ മനസ്സ് ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. പെട്ടെന്നൊരു പട്ടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ എന്ന് ചിലപ്പോൾ ഒന്ന് വെച്ചിരിക്കും, ഇമോഷൻ. പക്ഷെ അതിൽ നിന്ന് വീണ്ടും ചില കാര്യങ്ങളുള്ള ഈ പട്ടി ഇങ്ങോട്ട് വരുമോ, എന്നെ കടിക്കുമോ, കടിച്ചു കഴിഞ്ഞാൽ അത് പേപ്പട്ടിയാണോ, ആശുപത്രിയിൽ പോകണമല്ലോ, ഭയം. അതിനെയാണ് നമ്മൾ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുമ്പോൾ ഇപ്രകാരമാണ്: ഫീലിങ്സ് ആർ യുവർ കോൺഷ്യസ് കോഗ്നിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഇമോഷൻസ്. ഇതിനെയാണ് ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വികാരമല്ല, അതൊരു ഭൗതിക വസ്തുവുമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവല്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഇറ്റ്സ് ആൻ അബ്സ്ട്രാക്ട് നൗൺ. തൊടുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊരു വികാരമല്ല, ഇതൊരു വസ്തുവല്ല, ഒരു ഭൗതിക വസ്തുവല്ല. പിന്നെ നാം നേരത്തെ പറഞ്ഞു, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ഇവിടെ ഈ വിശ്വാസത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് കടുകുമണിയോളം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് പോകും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്ന് മലയുടെ അടുത്ത് മാറിപ്പോൻ പറയാനല്ല. പിന്നെയോ നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ, നിറഞ്ഞ തികഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. യു ക്യാൻ ഡു മൈറ്റി തിങ്സ്. നിങ്ങളുടെ വിശ്വാസത്താൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. കടുകുമണി ചെറുതാണ്. ആ കടുകുമണി, ചെറിയ കടുകുമണി, അത് നിലത്ത് കിടന്നാൽ അത് മുളച്ച്, അത് സസ്യമായിട്ട് അത് വളരുന്നു. അതിൽ പക്ഷികൾ വന്ന് ഇരിക്കുന്നു. നോക്കുക, ആ ചെറിയ കടുകുമണി എപ്രകാരമാണോ വലുതായി മാറുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ചെറിയ വിശ്വാസം അത് ദിനംപ്രതി വലുതായിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷ പ്രാപിക്കുന്നത് എന്തിലാണ്? നമ്മളുടെ വിശ്വാസത്താലാണ്. അതെ, എങ്ങനെയാണ്? കൃപയാലല്ലോ. ദൈവത്തിൻ്റെ കൃപ മൂലം നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നാം രക്ഷ പ്രാപിക്കുന്നത് എന്ന്. അപ്പോൾ രക്ഷയിൽ വിശ്വാസത്തിനുള്ള പങ്ക് വലുതാകുന്നു എന്നാണ്. സോ ബിലീവ് ഇൻ ഗാഡ് ഓൾവേസ്. എല്ലാ അവസ്ഥയിലും, എല്ലാ സാഹചര്യത്തിലും, എല്ലാ വഴികളിലും ബിലീവ്. ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. കാരണം വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് ക്രിസ്തുവാകും. സോ ലുക്ക് അപ്പോൺ ക്രൈസ്റ്റ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത 3-ാമത്തെ ഭാഗം വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഇവിടെ നമ്മൾ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട നിര, ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വിശ്വാസ വീരന്മാർ എന്നാണ് അവരെ പറയുന്നത്. അതിലെ 1-ാമത്തെ വാക്യമാണ് നമ്മുടെ മനപ്പാഠവാക്യം. നാം അത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന് വ്യക്തിപരമായിട്ടുള്ള പങ്ക്, അല്ലെങ്കിൽ നമ്മുടെ പങ്ക് വിശ്വാസവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം നമ്മളെ
ശക്തരാക്കുന്നു, ഉറപ്പുള്ളവരാക്കുന്നു. പിന്നെ അത് നമുക്ക് ആത്മബലം നൽകുന്നു, നമ്മുടെ അലസത മാറ്റുന്നു. ഇതൊക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വിശ്വാസം മൂലം നിങ്ങൾക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും, അതിശയങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുന്നവർക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രെയർ. നമ്മുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ വിശ്വാസത്തോടുകൂടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അത് മാത്രം നമ്മുടെ മനസ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ആ വലിപ്പം, വിശ്വാസവും നമ്മളും തമ്മിലുള്ള ആ ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി, അല്ലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് ഇറ്റ് ക്യാൻ മേക്ക് ഇമ്പോസിബിൾ തിങ്സ് പോസിബിൾ. നമുക്ക് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അസാധ്യമെന്ന് കാണുന്നതിനെ നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്ത വീണ്ടും പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിലുള്ള നിറഞ്ഞ വിശ്വാസമുണ്ടായിരിക്കണം. ഇതില്ലാതെ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് രാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ രാമകൃഷ്ണ പരമഹംസനെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ദൈവമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക, യു ക്യാൻ സീ ഗോഡ് ദേർ എന്ന് പറഞ്ഞു. വിവേകാനന്ദൻ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നോ ഐ കാൻ സീ ഗോഡ് ദേർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യണം, നിന്റെ കണ്ണിന് മുൻപിൽ ഒരു മറയുണ്ട്, ആ മറ നീ എടുത്തു മാറ്റണം, അപ്പോൾ നിനക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിശ്വാസത്തിൻ്റേതായിട്ടുള്ള ആ മറ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ അവിശ്വാസത്തിൻ്റെ മറ നാം എടുത്തു മാറ്റുമ്പോൾ വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. ആ ചെറിയ വിശ്വാസം, നമ്മളിലുള്ള ചെറിയ വിശ്വാസം, അതാണ് ദാറ്റ് ഈസ് വാട്ട് നീഡഡ് ടു നോ ഗോഡ്. ടു ഹാവ് പേഴ്സണൽ റിലേഷൻ വിത്ത് ഗോഡ് വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ദൈവവുമായി വ്യക്തിബന്ധം ഉണ്ടാകണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം വീണ്ടും 10:17 പറയുന്നത് എന്താണ്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാൽ, ബൈ ലിസണിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. കേൾവിയാലും, പിന്നെ കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സോ യു വിൽ ഗെറ്റ് ഫെയ്ത്ത് ബൈ reading the word of God, listening to the word of God.
അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം നിരന്തരം വായിക്കുക. അങ്ങനെ നാം നിരന്തരം വായിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം അത് വളരും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, സംശയമെന്ന രോഗത്തെ അകറ്റുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ വിശ്വാസം നമ്മളിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കും, വളർന്നുകൊണ്ടേ ഇരിക്കും. ഇനിയും നമുക്ക് അടുത്ത ഭാഗം യേശുവിൻ്റെ വിശ്വാസം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റുകാർ ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ നോക്കുക, ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും. നമ്മുടെ സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ദൈവകൽപ്പനയ്ക്കായിരുന്നു. എന്നാൽ 1890-കളോട് കൂടിയാണ് നാം ഈ യേശുവിങ്കലുള്ള വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അത് സഭാ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മറ്റ് 2 കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് യേശുവിലുള്ള വിശ്വാസം? 2, യേശുവിൻ്റെ വിശ്വാസം. എന്താണ് യേശുവിൻ്റെ വിശ്വാസം? യേശുവിൻ്റെ വിശ്വാസം എന്താണെന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഒരു കഥ കാണുവാൻ സാധിക്കും. എന്താണത്? ക്രിസ്തു തൻ്റെ അവസാന ദിവസം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ശിഷ്യന്മാരോട് നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പത്രോസിനെയും സബദീ മക്കളെയും കൂട്ടിക്കൊണ്ട് വീണ്ടും കുറേ കൂടെ മുൻപോട്ട് ചെന്നു. അവിടെ അവരോട് സംസാരിച്ച് തൻ്റെ പ്രയാസം, ദുഃഖമൊക്കെ അവരോട് പറയുകയാണ്. അതിനുശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ക്രിസ്തു മുൻപോട്ട് പോയി തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗാഡ് ഹിസ് ഫാദർ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും യേശുവിങ്കലുള്ള വിശ്വാസം എന്ന് പറയുന്നത് our faith in Jesus. നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം, അതിനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒബേ ജീസസ്, ഒബേ ഹിസ് വേർഡ്. ദൈവത്തെ, ക്രിസ്തുവിനെ അനുസരിക്കുക, അവൻ്റെ സുവിശേഷം, അവൻ്റെ വാക്കുകൾ അനുസരിക്കുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലീഡ് us to God. നമ്മളെ ദൈവത്തിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുക. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുമ്പോൾ കർത്താവ് നമ്മിൽ വസിക്കും. അങ്ങനെ കർത്താവ് നമ്മൾ വസിക്കുമ്പോൾ ഹി ബിലീവ്സ് യു. അങ്ങനെ നാം ദൈവത്തിനും സ്വീകാര്യം, ദൈവവും നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിശ്വാസം ഒരിക്കലും അത് ദുർബലമാകരുത് എന്നുള്ളതാണ്. ഈ വിശ്വാസം ഒരിക്കലും ദുർബലമാകരുത് എന്നുള്ളതാണ്. ഈ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കുക. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾക്കൊരിക്കൽ കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യും. ഞങ്ങളിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ ദിനംതോറും വളർത്തിയെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് പ്രബോധിപ്പിച്ചതോർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങളൊരിക്കലും അവിശ്വാസത്തിലേക്ക് പോകാതെ
ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം അത് കൂടുതൽ കൂടുതൽ വളർന്ന് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതായ അവസ്ഥയിലേക്കാകിത്തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.